ലോഡ് ഗുഡ് മോർണിംഗ് എവറി വൺ. ഹല്ലേലൂയ, നെവർ ഗിവ് അപ്പ്. ഇന്ന് നമ്മൾ കണ്ണുനീരോടെ വിതയ്ക്കുന്നത് ആർപ്പോടെ കൊയ്യും. ഞാൻ തിരുവല്ലായിലെ അടുത്തുവായിക്കടുത്ത് വെള്ളക്കിണറിൻ്റെ അടുത്ത് എൻ്റെ ഒരു ചേച്ചി താമസിക്കുന്നുണ്ട്, മൂന്നാമത്തെ ചേച്ചി. ഞാൻ ഇന്നലെ അവിടെ വന്നു, 2 ദിവസം ഇവിടെയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എടി അവിടെ പേരയ്ക്ക നീ കൊണ്ട് പറിക്കുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പേരയ്ക്കയോ? ആ ഓക്കെ വാ എന്ന് പറഞ്ഞു. ഭയങ്കര സർപ്രൈസായിരുന്നു. കാരണം എൻ്റെ ദൃഷ്ടിയെ ഭയങ്കരമായിട്ട് പ്രകാശിപ്പിക്കുകയും ഞാൻ ഷോക്കായിട്ട് ഇവിടെ കുറച്ച് നേരം നിന്നു. ഞാൻ കാണിച്ചു തരാൻ എന്ത് വന്നു. അപ്പം ഞാൻ ഇവിടെ ഈ ലാസ്റ്റിലെത്തിയതുകൊണ്ട് ഇവിടെ നിന്ന് തുടങ്ങാം കാര്യങ്ങൾ. ഒന്നാമത് ഇതാണ്, ഇത് ഒരു പുളിയൊക്കെയുള്ള നമ്മുടെ പിന്നെ മീനിടുന്ന പുളി പോലുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മരമായത്. ഇത് നാളുകൾക്ക് മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ, മേ ബി ഒരു 3 years മുമ്പ് ഇവിടെ വന്ന്, 2 years മുമ്പ് 3 years ഐ ഡോണ്ട് റിമെമ്പർ. അപ്പോൾ വന്നപ്പോൾ ഇവളെന്നോട് പറഞ്ഞു, എടി എല്ലാവരുടെയും വീട്ടിൽ നല്ല നല്ല പുതിയ മരങ്ങളുണ്ട്, എനിക്കില്ല എന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ പറഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഒരു വണ്ടിക്കാരൻ അവിടെ ആ വഴി നിൽക്കുന്നത് കണ്ട്. അപ്പം അവിടെ നിന്നും 3-4 മരത്തിൻ്റെ തൈകൾ വാങ്ങിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന 850-1000 രൂപയും കണ്ട എല്ലാം കൂടെ. അപ്പോൾ 2 വർഷമായി. അപ്പം ഇത് ആ പുളിയുള്ള മരത്തിൻ്റെ ആണെന്ന് അവൾ എന്നോട് പറഞ്ഞു. അതിൽ പറഞ്ഞു, എടി നീ വാങ്ങിച്ചു തന്നെയാണെന്ന്. മാങ്കോസ്റ്റിം. ഓ ഭയങ്കര, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ചു. ഇത്രയും വളർന്നല്ലോ. അപ്പം നമ്മൾ എന്താ പറയുക, ഇന്ന് നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറെ നാൾ കഴിയുമ്പോൾ അത് തിരിച്ചു വരുമെന്ന് പറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കര അതിശയമായിപ്പോയി. കാരണം എത്ര ഭംഗി അതിനെ കാണും. നമ്മൾ പ്രതീക്ഷിച്ചതൊന്നുമല്ല ആ തൈ വാങ്ങിക്കുമ്പോൾ. എല്ലാവരും പറയും വാങ്ങിച്ചാൽ അത് വളരത്തൊന്നുമില്ലെന്ന്, പക്ഷേ അത് നല്ലതായിട്ട് വളർന്നു നിൽക്കുന്നു. അടുത്തത് പിന്നെ അടുത്തത് അതിനെക്കാട്ടി അമേസിങ് ആയിട്ടുള്ളത്, ഇത് സാധാരണ ഒരു ഇതാണിത്, ലവ്ലോലിക്കയാണ്. പക്ഷെ ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആരാണെന്ന് നോക്കിക്കേ. ആർക്കെങ്കിലും പറയാമോ? ഓ ഇതാണ് നമ്മുടെ ആപ്പിൾ ട്രീ. ഓ ഇതും അന്നേരം ഞങ്ങൾ വാങ്ങിച്ചതാണ്. പക്ഷേ ചേട്ടൻ നല്ലതായിട്ട് ഇവരെ പരിചരിച്ചിട്ടുണ്ട്. എനിക്ക് അമേസിങ് ആണ്. കാരണം ഇതിന് പൂവൊന്നും വന്നിട്ടില്ല. കർത്താവ് അടുത്ത വർഷം ഇതിൽ കായ് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു. അമേസിങ്. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, പക്ഷെ വിശ്വസിച്ചേ പറ്റൂ. കാരണം എൻ്റെ മുമ്പിലാണല്ലോ ഈ മരം നിൽക്കുന്നത്. അങ്ങനെ നമുക്ക് ആപ്പിൾ ട്രീ ഒന്ന് തൊടാനും എപ്പോഴും കാണാനും ഉള്ളൊരു ഭാഗ്യം ഉണ്ടായി. അവൾ ആഗ്രഹിച്ചു, ദൈവമേ എൻ്റെ വീട്ടിൽ ആപ്പിളൊന്നും. പക്ഷെ ഇവിടെ നോക്കിക്കേ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. അതിനോട് ചേർന്ന് കുറച്ച് മാങ്ങയുടെ പൂവും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. മാങ്ങയുടെ പൂവ്. ഇത് നോക്കിക്കേ, ആപ്പിൾ ട്രീ. അപ്പം നമ്മൾ കണ്ണുനീരോടെ വിതയ്ക്കുന്നത് ആർപ്പോടെ കൊയ്യും. അവളെനിക്ക് സർപ്രൈസ് തന്നതാണ്. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവൾ എന്നോട് പറഞ്ഞിട്ട് പോലുമില്ല ഇതിനെക്കുറിച്ച്. ഞാൻ ബിസി ആയതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാറേ ഇല്ല. പക്ഷേ ഇന്ന് ഞാനിവിടെ ഭയങ്കര ഷോക്കായിപ്പോയി ആപ്പിൾ ട്രീ കണ്ടിട്ട്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ് ഓരോ കാര്യങ്ങളും, എത്ര മനോഹരമായിട്ട്. അത് കുറച്ച് വലുതായിട്ട് അതിൻ്റെ ഇവിടെ വരെ ഉണ്ട്. ഇനി കായ് പിടിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം അവിടെ നിറവേറട്ട്. അമേസിങ് ആണ്, വെരി നൈസ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി. ഇനി ഒരാളുകൂടെ ഉണ്ട്. ഇതെന്തോ സാധനമെന്ന് അറിയത്തില്ല. ഇത് പേരയ്ക്ക, ഇതൊരു വെറൈറ്റി ആണെന്ന് പറഞ്ഞ് അവർ തന്നതാണ്. അവൾ പറയുന്നത് ഇത് കഴിക്കുമ്പോൾ ഇത്രയും വളരത്തുള്ളൂ. ഇത് പേരയ്ക്ക പോലെ ഇരിക്കുന്നുണ്ട്. പുളിയും മധുരവും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. പേരയ്ക്ക പോലെ നിൽക്കും. പക്ഷേ ഇല കണ്ടിട്ട് പേരയ്ക്കയുടെ അല്ല. പക്ഷേ കായ് ഇങ്ങനെയാണ്. അവിടെയും കുറച്ച് കിടപ്പുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണെന്നാണ് അവൾ പറയുന്നത്. നോക്കിക്കേ ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. അമേസിങ്. ഇതിലും കായ പിടിച്ചു. നല്ല ടേസ്റ്റാണ്. കുറേ പറിച്ചെന്ന് പറഞ്ഞു. ഇന്നിത് പറിക്കാൻ പോവുകയാണ്. എലി പിടിച്ചേ. ഓക്കെ, നമുക്കിത് പറിക്കാം. ഇതല്ലേ? ഇതിൻ്റെ മൂഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വെരി നൈസ്. പിന്നെ ഒരു സന്തോഷം, ആദ്യമായിട്ട് ഈ പ്ലാവിൽ ചക്ക പിടിച്ചു. നോക്കിക്കേ, 2 ചക്ക, മേളിലും ഒരു ചക്ക പിടിച്ച്, 2 ചക്ക പിടിച്ചിട്ടുണ്ട്. 3-4 ചക്കയുണ്ട്. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഈ വർഷം ആദ്യമായിട്ട് പിടിച്ചതാണ്. അപ്പോൾ നമ്മളൊരു ചെടി നട്ട് കഴിയുമ്പോൾ അതിങ്ങനെ കാത്തിരിക്കും. അവൾ കാത്തിരുന്നിട്ട് അതിൻ്റെ പൂ വരുമ്പോൾ അവളുടെ സന്തോഷം കണ്ടപ്പം ഇതുപോലെയല്ലേ നമ്മളെയും കർത്താവ് ഇങ്ങനെ നട്ടിരിക്കുകയാണ്. അത്തിയെ നോക്കിയിട്ട് പറയാണ്, ഇതിൽ ഫലം വന്നില്ലെങ്കിൽ അടുത്ത വർഷം വെട്ടിക്കളയാന്ന് ശേഷം പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളെ നട്ടിരിക്കുകയാണ്. അധികം ഫലം നമ്മളിലുണ്ടാകട്ടെ. വാവ്, ഇഷ്ടംപോലെ മുളകുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുമൊക്കെ അമ്മമാർ നടാറുണ്ട്. അതിൻ്റെ അകത്ത് കായ്ഫലം ഉണ്ടാകുമ്പോഴുള്ള നമ്മുടെ ആ സന്തോഷം അതിന് അതിരുകളില്ല. അമേസിങ് ഗ്രേസ്. ഹല്ലേലൂയ, സോ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അത് ഇവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയത്തില്ല. അത് പറിച്ചെടുത്ത് കഴിയുമ്പോഴാണ് ഇത് സാധനം എന്താണെന്ന് അറിയുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് വേറെയാണ്, അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്.
നമ്മൾ കണ്ട ആ ഇതിൻ്റെ ഇപ്പം എന്താണ് പേരയ്ക്കയുടെ ടേസ്റ്റ് വേറെയാണ്, അവിടെ നിൽക്കുന്ന മാവിൻ്റെ ടേസ്റ്റ് വേറെയാണ്, അവിടെ നിൽക്കുന്ന ആപ്പിളിൻ്റെ ടേസ്റ്റ് വേറെയാണ്. എല്ലാം ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ. അമേസിങ് ഗ്രേസ്, ഗോഡ്സ് പ്ലാൻ ഈസ് അമേസിങ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര അമേസിങ് ആണ്. നിങ്ങളെല്ലാം അത് കഴിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല ചീരയാണത്, കണ്ണിനൊക്കെ നല്ലതാണ്. നെവർ ഗിവ് അപ്പ്. ഇത് പണ്ട് മീനൊക്കെ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് റംബുട്ടാൻ. ഓ വെരി നൈസ്. ഇത് നമ്മൾ വാങ്ങിച്ച. പിന്നെ ഇതിൻ്റെ അകത്ത് മുള്ളാത്ത വന്നിട്ടുണ്ട്, ആത്തയ്ക്കായി പിടിച്ചിട്ടുണ്ട്. എല്ലാം ഫലങ്ങൾ കാണുമ്പം ഭയങ്കര സന്തോഷം. മരം ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ ഒന്നിനും ഒരു രസം കാണത്തില്ല. അതിനകത്തൊരു കായ് വന്നു കഴിയുമ്പോൾ ഉള്ള ആ മനോഹരം എത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ. അമേസിങ് ഗ്രേസ്, അമേസിങ് ഗ്രേസ്. നെവർ നെവർ ഗിവ് അപ്പ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും നമ്മളോട് പറഞ്ഞെങ്കിൽ മൗനമായിരിക്കുക, മിണ്ടാതെ ഇരിക്കുക. തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കും. പ്രിയ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, നെവർ ഗിവ് അപ്പ്. ഞാൻ അവിടെ ഇരുന്ന ആളാണ്. ഇമ്മീഡിയറ്റ്ലി ആ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. മറിയോട് പറഞ്ഞു പോലെ ദേഹോവിയാൽ സംഭവിക്കും, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. മറിയ 3 മാസം എലിസബത്തിനോടൊപ്പമായിരുന്നു. എന്നാൽ ആ ഡെലിവറി സമയമായപ്പോൾ മറിയ അവിടുന്ന് പോയി. നമുക്കറിയില്ല, മുന്നമേ വഴിയൊരുക്കുവാൻ യോഹന്നാനെ അയച്ചതുപോലെ ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. നമുക്ക് മുന്നമേ പോയി ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലിനെ തകർക്കുന്ന ഒരു ദൈവസാന്നിധ്യം നമുക്ക് വേണ്ടിയുണ്ട്. സോ നെവർ നെവർ ഗിവ് അപ്പ്. സോ അമേസിങ് ഗ്രേസ്. അവൻ്റെ കൃപയിൽ ആശ്രയിക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യം ചെയ്യും. ആമേൻ. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു. നെവർ നെവർ ഗിവ് അപ്പ്. ഓക്കെ. സോ നമ്മുടെ മീറ്റിംഗ് അറിയാമല്ലോ, 29th ഓർഡിനേഷനുണ്ട്, ബാപ്റ്റിസമുണ്ട്. എല്ലാം ഭംഗിയായി. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. അതിനുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് മുന്നമേ കരുതിയതിനായി സ്തോത്രം. ഗോഡ് ബ്ലെസ് യു. നെവർ ഗിവ് അപ്പ്. ദിമക്ലി ട്രസ്റ്റ് ഇൻ ഗോഡ്. ഇന്നലത്തെ ഒരു ടെസ്റ്റ് മണി കൂടെ പറയുന്നു. രാവിലെ യാത്രയൊക്കെ ചെയ്ത് വന്ന് ഭയങ്കര എന്താ പറയുക ബിസിയായിരുന്നു ഓരോ കാര്യത്തിലും. ഇവിടെ ഫംഗ്ഷന് അപ്പോൾ പ്രാർത്ഥിക്കാൻ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ കുറേ സമയം ദൈവസാന്നിധ്യത്തിൽ ഇന്നലെയും ഇന്നും, ഇന്നലെ ഹോട്ടലിലും ഇന്നിവിടെയും ഇരിക്കുമ്പോൾ ആദ്യം ഭയങ്കര ഒരു എന്താണ് ദൈവസാന്നിധ്യം അങ്ങോട്ട് അനുഭവിക്കാൻ പറ്റില്ല. പക്ഷേ കുറേ സമയം ബലാത്കാരികൾ ദൈവരാജ്യത്തെ പിടിച്ചെടുക്കുന്നു. കുറേ സമയം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ ദൈവസാന്നിധ്യം. ഞാൻ നിങ്ങളോട് ഇത് തന്നെയാണ് എപ്പോഴും പറയുന്നത്. ജസ്റ്റ് വെയിറ്റ് അപ്പോൺ ഗോഡ്. ഹി ലവ്സ് യു. നമ്മുടെ സോളിനെ ഡയറക്റ്റ് ചെയ്യാനായിട്ട്, കണക്റ്റ് ആകാനായിട്ട് ഇച്ചിരി സമയമെടുക്കും സ്പിരിറ്റിന്. നെവർ ഗിവ് അപ്പ്. Just wait upon God. Jesus loves you. Amen. You are special. God bless.